നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ശരിക്കും ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ആലോചിച്ചിട്ടുണ്ടാകും. ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നത് ഞാൻ മുന്നേ എപ്പോഴോ കേട്ടു മറന്ന റഹ്മത്തുള്ള കാസിമിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഭാഗത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഈ പാശ്ചാത്യരുടെ സിസ്റ്റം മൊത്തം നിലനിന്ന് പോകുന്നത് ഈ സിഹിറിൻ്റെ പുറത്താണ്. നമ്മൾ ഈ സോഴ്സറി, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന സിഹിറിൻ്റെ പുറത്ത്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരെ സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളാണ് പാശ്ചാത്യരുടെ സിസ്റ്റത്തെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് റഹ്മത്തുള്ള കാസിം പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്ന സമയത്ത് 6 മില്യൺ പ്ലസ് പേജസ് അന്വേഷണ റിപ്പോർട്ട് മാത്രമുണ്ട്. അതിൻ്റെ പുറമെ 1,80,000 പ്ലസ് ഫോട്ടോസ്, 2,000 പ്ലസ് വീഡിയോസ് ഉണ്ട്. ഇതിൽ ഇയാളുടെ 20 വർഷത്തെ ഏറ്റവും വലിയ ക്രൈം പാർട്ണറായിരുന്ന ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് ലോകത്ത് ഏറ്റവും സ്വാധീനശേഷിയുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നത്. ബാക്കി ആ ദ്വീപിൽ വന്നുപോയ ആൾക്കാരൊക്കെയും ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്ന സ്വാധീനശക്തിയുള്ള വലിയ നേതാക്കന്മാർ. ഇവർക്ക് എന്താണ് ഈ ദ്വീപിൽ മാത്രം, അവരുടെ നാടുകളിലൊന്നും നടക്കാത്ത കാര്യം അവർ ഈ ദ്വീപിൽ വന്ന് സാധിച്ചത് എന്തായിരുന്നു? അഹങ്കാരിയായ ശൈത്താനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പടച്ചവനോട് ശൈത്താൻ ഒരൊറ്റ അപേക്ഷ പറഞ്ഞത്, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് നിലനിൽക്കാൻ എനിക്ക് അവസരം നൽകണം. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ശൈത്താൻ എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ റെഫറൻസാണ് എപ്സ്റ്റീൻ ഫയൽസ്.